അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കയായി തീരുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശവും ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധന്മാരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും മെത്രാൻ പദ്ധതിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ വൃത്തിയുടെ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്നും കടന്നു പോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണം. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായ സ്ഥാനത്തിലാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണ് സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരായ ഉപദേശത്താൽ ഇവർക്കെതിരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സുരസ്ഥരായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തിരുസഭയോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ ക്രിസ്തുവിനാഗമനം ഉപദേശിച്ചുകൊണ്ട് അങ്ങയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ ബന്ധത്തിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസമാർക്ക് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നു ജീവിക്കുകയും വാഴുകയും ചെയ്താൽ ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും Thank you.
ദൈവത്തിന്റെ കുഞ്ഞോട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ദൈവകുഞ്ഞോടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ലോകത്ത് പ്രവേശിക്കാൻ കഴിയുകയില്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളെ ആനന്ദഭരിതരാക്കട്ടെ. അങ്ങനെ അവയുടെ ശക്തി വഴി അങ്ങേ ദാസിമാർ ആരംഭിച്ചിരിക്കുന്ന സന്യസ്ത ജീവിതത്തിൻ്റെ ധർമ്മങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കാനും അങ്ങേക്ക് സമുദ്ര മനസ്സോടെ സേവനം കാഴ്ചവെക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. Our words are not sufficient to express the gratitude towards everyone, especially who have helped us to be here. First and foremost, I thank the God Almighty who has done the marvelous works for our poor souls. It is not we who dedicate, but out of His mercy, He allowed His poor creature for His divine service. Now, we thank His Excellency Reverend Joseph Karakashari for offering this holy mass. Even in the midst of his busy life, he kept a time for us to make this day very precious and meaningful. Thank you so much for your valuable prayers, blessings and your presence. We express our thanks with the heart of gratitude to Father Jose, who prepared a wonderful homily for us to make this mass be valuable with his inspiring thoughts and his kind words. And also we thank Bishop Secretary Father Cletus. We extend our sincere gratitude to the fathers of our Mercedarian order, especially who are present here, Father Bennett and Father Thomas. Again, we express our thanks to our Sambalur Parish priest, Father Joy Kalarekal, the one who supported us and guided us, and also to the assistant priest, Father Vipin. We thank Father Thambi Arekal and Father Sebastian, who were our spiritual guide and a confessor. We extend our sincere gratitude towards them for all the help and assistance in our spiritual journey throughout this year. And also we thank all the OCD fathers, especially Father Jacob and Father Trevin, who helped us through their service. Now we express our thanks to all our professors who taught us through these 4 years. Father Joy Kalarekal, Father Justin Alex, Father Georgie, Father Thomas, Father Arunjani, Father Anthony CMS, Father Xavier OCD and Father Sean OCD. Your classes have really helped us to know the value of this holy life. Your thoughts and instructions were always guiding and inspiring us to understand the purpose of our being. So we show our sincere gratitude towards you all. In gratitude of our souls, we remember our Mother General and our Counselor, who have harmed and prepared us through their valuable prayers for this gracious day, and accepted our commitment to this religious family. Consecrating one's life to Jesus Christ means loving and serving the Lord as well as every person. Now I extend my heartfelt thanks for our Mother, Provincial Chericharakan, and our Counselor for guiding us through a joy and a respect to build a relationship with each other. Now we express our sincere gratitude to the Principal, our present Superior, who always encourages us to show fidelity even to a small things. Thank you, sister, for all your love and care. From the depth of my heart, I thank Sister Cicely, our ex-superior, for her inspiration and example in our spiritual and physical life with all our efforts. Now we thank Sister Sophia. Sister, you helped us to know about the seriousness of the religious life, and through your classes, you helped us to grow more and more in the love of God. Thank you, sister, for all your support. Formation is a time in which a flower bloom in the garden. I extend my thanks to Sister Shanta for our first guide of religious life, who have encouraged and helped us to draw strength from Jesus. Thank you so much, sister, for
Sister Cosme, Sister Lucy, Sister Mary John, and especially Sister Leila. Assisted us in all our time. You have a great part in our spiritual growth. Thank you, sister, for all your support and love. And we express our sincere gratitude towards Sister Suja, who sacrificed for us to prepare ourselves. And also we thank all our sisters who had come from all our communities, especially for our superiors. I thank the choirs. Sister, with your melody voices, you entered the Eucharistic celebration and gave that heavenly experience. We thank you, sister. I joyously thank my friends Sandhya, Vinita and Shani. We thank for your sisterly love and hard work and your efforts to make this day very beautiful and meaningful. It's true that this life needs a lot of sacrifice, but what is for me the strongest and the most important is not what I have loved, but what I have found. Now I thank our parents who sacrifice and offer their daughters for God's service. அழகான பூவிற்கு மனம் இருக்கும், அன்பான இதத்திற்கு பாசம் இருக்கும், அளவில்லாத உங்கள் அன்பிற்கு கடவுள் என்றும் துணை இருப்பார். காருண்யமாத சபைக்காக வேண்டி சேவை செய்ய உங்களுடைய மகளை அர்ப்பணித்த பெற்றோருக்கு நன்றியும் ஜெபங்களையும் குறித்தாக்குவேன். இத்தனை நாளாக என்னிலே இறைவன் வளர நீங்கள் செய்த ஜெபங்களுக்கும் தியாகங்களுக்கும் நன்றி சொல்வதோடு இனியும் உங்கள் ஜெபங்களும் அருளும் எங்கள் இறையடத்தலில் நிலைத்து வாழ வேண்டும் என்று வேண்டுகிறேன். ಮೊದಲನೆಯದಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳಲು ಬಯಸುತ್ತೇನೆ ಮತ್ತು ನಮ್ಮನ್ನು ಎತ್ತಿ ಸಾಕಿ ಸಲಹಿ ದೇವರ ಭಯಭಕ್ತಿಯಲ್ಲಿ ಬೆಳೆಸಿದ್ದಕ್ಕಾಗಿ ಧನ್ಯವಾದಗಳು. ನೀವು ಮಾಡಿದ ಒಂದೊಂದು ತ್ಯಾಗ ಶ್ರಮಕ್ಕಾಗಿ ಎಷ್ಟೇ ಕೃತಜ್ಞತೆ ಹೇಳಿದರೂ ಸಾಲದು. ಇಲ್ಲಿ ನಡೆದಿರುವ ಎಲ್ಲ ತಂದೆ ತಾಯರಿಗೆ ನಮ್ಮ ಪರವಾಗಿ ನಮ್ಮ ಸಭೆಯ ಪರವಾಗಿ ಸಲ್ಲಿಸುವ ತುಂಬಿ ಹೃದಯದ ಧನ್ಯವಾದಗಳು. எங்களுடைய மாதாபிதாக்களுக்கு நன்றி பறையலாம் நாங்கள் கடன்பட்டிருக்கணும். அம்மையுதற்களாய நாள் முதல் எங்களுக்கு வேண்டி பிரார்த்திகையும் விஸ்வாச தீபம் பகிர்ந்து தரணும். எங்களுடைய காருண்ய மாதாவிന്റെ സഭയെ ദൈവത്തിനായി സമർപ്പിച്ച നിങ്ങൾക്ക് ഹൃദയം നിറയെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുകയും പ്രാർത്ഥിക്കുന്നു. దేవర వాగ్దానముగా ఇచ్చిన నన్ను మీరు దేవునికి మీరు దయపూర్వకంగా ఈ కరుణామద సభకు అర్పణం చేసినందుకు దేవుని ప్రేమతో మరియు ఆయన ఆశీర్వాదములతో మీకు కోటి కోటి వందనాలు. నా కృతజ్ఞత అందం లేదు. అదులుగా నేను నా జీవిత కాలమును మిమ్మల్ని నా ప్రార్థనలో పూర్తి చేసుకుంటాను. Once again, we thank each and every one of you who are present here to bless us by your valuable prayers. And also we thank for all those who are spiritually united with us. We thank each of you from the core of our heart. Thank you. Now we are almost spending more than near 2 hours, not more than 2 hours. We are all expected to follow protocol by the government. There is no exception for us. So more than 2 hours we should not spend in a closed area. 1 hour it is only allowed and we have taken 2 hours. That is not a special day for us. Everybody has to take care of by the protocol of the government. Nobody is exempted. And really we are in trouble and we are in dangerous situation. So I thank the Lord personally because I finished off diaconate and priesthood ordination in different days, last different days, and I think today professions are coming to the end. I thank the Lord. It is the agony for us tomorrow whether we can go out. Twice it happened that we got in, but nothing happened. Dear sisters, I was hurrying up to stop the songs and other things because of this time. Time is very, very heavy now. So we have to stop when the writing followed that. You will understand. So don't be offended what Bishop did.
So please take it in that way. Dear new sisters, I wish you everything best, that you are ready to accept this religious institute regulations and rules and service, especially at this time of church, especially at this time of COVID-19. So it is a bold step that you have taken, and keep it up. Go ahead and in Christ's hand. Not be afraid of other things, because we are walking through heaven. We are walking through the path of heaven, and we are ready to show for others also through the path of heaven. Hold organized and go ahead, whichever takes us. കർത്താവ് നിങ്ങളോടുകൂടെ സത്പ്രതിജ്ഞകളുടെയും പ്രചോദകനായ ദൈവം നിങ്ങൾ ചെയ്ത വ്രതപ്രതിജ്ഞകൾ നിലനിൽക്കുന്ന വിശ്വാസത്തോടെ കാത്തുപാലിക്കുവാൻ അവ ദൃഢീകരിക്കുകയും ഹൃദയങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെ സഹോദരരുടെ ഭാരങ്ങൾ ആഹ്ലാദപൂർവ്വം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ മുന്നേറാൻ അവിടെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ക്രിസ്തു സ്നേഹത്തിന്റെ പ്രതീകം പ്രതിഫലിപ്പിക്കുന്ന ഒരു കുടുംബമായി തീരാൻ ദൈവസ്നേഹമിടയാക്കുമാറാകട്ടെ. ഈ തിരുകർമ്മങ്ങൾക്കായി കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദൈവപൂജ സമാപിച്ചു. One more thing, last year we could not conduct confirmation in the diocese, so we are going to confirm children this time. Some traditions blocked it because of the COVID for the children. So please pray for us. Not a good time, but anyway we have to confirm. We have to give confirmation this year. Otherwise it will not be a duty. It will not be good for the children and for the parents also. So pray for me, keep me in your prayers, so that we, priest and myself, should be safe in these days to administer sacrament. If we think about the near 10 to 12 churches we are, and 1595 and 100 also. So we are to in 2 batches. So we have to offer 2 masses. So I will invite my Monsignor and he will help me also. So please pray for us. Thank you.